അങ്ങനെ ഞായറാഴ്ച പെങ്ങളെ മരുമോനെയും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട്. എന്തിനാണെന്നല്ല, വേറൊന്നുമല്ല, ഒരു വ്ളോഗ് കണ്ടപ്പോൾ ഒരു ആഗ്രഹം നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് ഡബിൾ ഡെക്കർ സ്വിഫ്റ്റ് ബസ്സിൽ നിന്ന് കറങ്ങണമെന്നത്. ഇതാണ് ആ വണ്ടി വരുന്നത്, അടിപൊളി വണ്ടിയാണ്. അതിൻ്റെ ഏറ്റവും വെള്ളം കണ്ടോ, റൂഫ് ടോപ്പിൽ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും, താഴെ പറ്റും. ഇതാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഇവിടെ വരിക, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാനും വേണ്ടി സാധിക്കും. നമ്മൾ നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമുക്ക് താഴത്തെ ആ ഒരു സിറ്റിംഗ് വരുന്നത്. ഇവിടെ നമുക്ക് ചെക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ നേരെ മേളിൽ കയറാം. മേളിൽ കയറി നമുക്ക് ഇരിക്കാം. കണ്ടോ, ആളുകളൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു നൈസ് വൈബായിരുന്നു. വേറൊന്നുമല്ല, നെഗറ്റീവായിട്ട് എടുക്കാൻ നമ്മളതിനെ പോസിറ്റീവായിട്ട് മാത്രം മതി. മഴയായിരുന്നു ഗൈസ്, അടിപൊളി മഴയായിരുന്നു. പക്ഷേ ആ മഴയെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. വേറൊന്നുമല്ല, അവിടെ നേരെ വണ്ടി എല്ലാം സെറ്റപ്പ് ചെയ്ത് നേരെ എടുത്തു. മുന്നോട്ട് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് കാണാം. അതുപോലെ ഓരോ സ്ഥലങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ വ്യക്തമായിട്ട് അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. വിനായക ക്ഷേത്രം വശത്ത് ലെഫ്റ്റ് സൈഡിൽ കാണാം. വശത്ത് റൈറ്റ് സൈഡിൽ അതിപുരാതനമായ പാളയം ചർച്ച്, ലെഫ്റ്റ് സൈഡിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. അങ്ങനെ ഉണ്ടോ, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു നമുക്ക് കൃത്യമായ രീതിയിൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇതാണ് വണ്ടിയുടെ നമ്മുടെ പൈലറ്റും അതുപോലെ തന്നെ കണ്ടക്ടറും ഇരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പം വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഒരു വെറൈറ്റി കാഴ്ചയാണ് നമ്മൾ പോകുന്ന വഴിക്കുള്ളതുണ്ട്. ഇതുപോലെ മ്യൂസിയം പോലെയുള്ള സംഭവങ്ങൾ, അതുപോലെ കനകക്കുന്ന് കൊട്ടാരം, ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നമുക്ക് കാഴ്ചയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ വണ്ടി ഇവിടുന്ന് പോയി ഇവിടുന്ന് നേരെ വെള്ളയമ്പലം തിരിഞ്ഞ് അതേ റൂട്ടിക്കെടുത്ത് തിരിച്ച് വന്നിട്ട് അങ്ങനെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു നമുക്ക് കാണാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം കവർ ചെയ്ത് പോവേ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ളവർക്ക് എന്നെ വേണേൽ നേരിട്ട് വിളിച്ച് ചോദിക്കാം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ബുക്ക് ചെയ്ത ലിങ്കുകൾ ഞാൻ ഈ കൂടുതൽ ആഡ് ചെയ്തേക്കാം. ഇങ്ങനെ മ്യൂസിക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒരു രസമുണ്ട് കേട്ടോ, ഒരു നൈസ് വൈബാണ് കണ്ടോ. പിന്നെ ഇത് നമ്മുടെ എയർപോർട്ടാണ്. ഇവിടെ നമുക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. നമുക്ക് ക്യാമറ റെക്കോർഡിങ് റെസ്ട്രിക്റ്റഡ് ആണ് ആ ഏരിയയിൽ. എന്നാലും നമ്മൾ അങ്ങോട്ടൊന്നും കാണിക്കാതെ ജസ്റ്റ് സ്ഥലം മനസ്സിലാൻ വേണ്ടി മാത്രം ഒന്ന് കാണിച്ചാണ്. അങ്ങനെ ശംഖുമുഖത്ത് എത്തിയിട്ടുണ്ട്. ശംഖുമുഖം അതുപോലെ നമ്മൾ ബീച്ചിൻ്റെ ഭാഗത്തൂടെയാണ്. ഇതാണ് ശംഖുമുഖം ബീച്ചിൻ്റെ അതിലൂടെ വന്ന് ജസ്റ്റ് ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ കാണാം. അവിടുന്ന് പിന്നെ നേരെ നമുക്ക് ലുലു കാണാൻ വേണ്ടി പറ്റും. പിന്നെ എനിക്ക് പേഴ്സണൽ അഭിപ്രായം എന്താ വെച്ചാൽ വേറൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം. എങ്ങനെയാണെങ്കിലും ഒരു ദിവസം ഫ്രീ ടൈം കിട്ടുന്നത് നിങ്ങൾ വന്നൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കുക. വേറൊന്നുമല്ല, ഇത് വേറൊരു ആംബിയൻസും വേറൊരു വൈബുമാണ്. നമ്മൾ സാധാരണ നമ്മൾ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും നമ്മൾ ഫ്രീ ടൈമിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്ക് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ. ഇതിപ്പോൾ അറിയാമല്ലോ, നിങ്ങൾക്കറിയാം, ഇത് KSRTC ആണ്. നമുക്ക് അതിനകത്തുള്ള പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് നേരെ വീണ്ടും നമ്മൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ അകത്ത് നമ്മുടെ അനന്തപത്മനാഭൻ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ഈസ്റ്റ് ഫോർട്ടിലെത്തി. നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് ആ ലൊക്കേഷനിലേക്ക് നമ്മൾ വീണ്ടും എൻട്രി ചെയ്യുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുണ്ട് കേട്ടോ. ഓക്കെ.